ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവരക്തമായ എണ്ണ വിതരണത്തിൽ പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകമെമ്പാടും വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപ്പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലെ അസ്ഥിരത ആഗോള വിപണികളെ എപ്പോഴും ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. സമീപകാലത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാനുമായി നടത്തിയ കടുത്ത സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം പശ്ചിമേഷ്യൻ മേഖല വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ആഗോള ഊർജ്ജ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിർണായക പ്രഖ്യാപനവുമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE രംഗത്തെത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് UAE നിർമ്മിക്കുന്ന പുതിയ വെസ്റ്റ് ഈസ്റ്റ് എണ്ണ പൈപ്പ് ലൈൻ പദ്ധതിയുടെ പകുതിയോളം ഇതിനകം പൂർത്തിയായതായി അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അതായത് അഡ്നോക് മേധാവി സുൽത്താൻ അൽ ജാബർ വ്യക്തമാക്കുകയുണ്ടായി. 2027ഓടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇറാന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ എണ്ണ കയറ്റുമതി സുരക്ഷിതമാക്കാൻ UAEക്ക് സാധിക്കും. ആഗോളതലത്തിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ഈ പുതിയ നയതന്ത്ര സാങ്കേതിക നീക്കം എപ്രകാരമാണ് വഴിത്തിരിവാകുന്നത് എന്ന് നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഏറ്റവും കടുത്ത പ്രത്യാഘാതം അനുഭവപ്പെട്ടത് ഹോർമൂസ് കടലിടുക്കിലാണ്. ഫെബ്രുവരി 28-ന് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ പ്രതികാരമെന്നോണം ടെഹ്റാൻ ഈ കടൽപ്പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയായിരുന്നു. സ്വന്തം കപ്പലുകൾക്കൊഴികെ മറ്റെല്ലാ അന്താരാഷ്ട്ര എണ്ണ കപ്പലുകൾക്കും ഇറാൻ ഈ പാത വിലക്കിയതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും വിവിധ രാജ്യങ്ങളിൽ പണപ്പെരുപ്പം സർവകാല റെക്കോർഡുകളിലേക്ക് എത്തുകയും ചെയ്തു. ലോകത്താകെ വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഈ ചോക്ക് പോയിന്റ് ഒരു രാജ്യം മാത്രം ബന്ദിയാക്കുന്ന അവസ്ഥ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ലെന്ന് UAE തുറന്നടിക്കുന്നുണ്ട്. കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ അമേരിക്ക നടത്തിയ പല സൈനിക നീക്കങ്ങളും പൂർണ്ണമായി വിജയം കണ്ടിരുന്നില്ല. ഇറാൻ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി UAEയുടെ ഒമാൻ ഉൾക്കടൽ തീരപ്രദേശങ്ങളെ പോലും തങ്ങളുടെ നിയന്ത്രണ പരിധിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഏപ്രിൽ 8-ന് പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തലിന് ശേഷവും UAEയിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ 3000-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത്. അഡ്നോക്കിന്റെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഈ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. തങ്ങളുടെ വികസന മാതൃകയെ തകർക്കാനാണ് ശത്രുക്കൾ ശ്രമിച്ചതെന്ന് വ്യക്തമാക്കുന്ന UAE ഇത്തരം ഭീഷണികളെ അതിജീവിക്കാൻ ദീർഘവീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം മാത്രമേ പോംവഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. യുദ്ധം നാളെ അവസാനിച്ചാൽ പോലും ഹോർമൂസിലൂടെയുള്ള എണ്ണ വിതരണം പഴയപടി 20% തിരിച്ചെത്താൻ കുറഞ്ഞത് 4 മാസമെങ്കിലും എടുക്കുമെന്ന യാഥാർത്ഥ്യം പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഊർജ്ജ വിതരണം വളരെ കുറഞ്ഞ തന്ത്രപ്രധാന പാതകളിലൂടെ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് കാരണമായതെന്ന് UAE വിലയിരുത്തുന്നുണ്ട്. ഒരു ദശാബ്ദം മുമ്പ് തന്നെ ഇതിന് ബദലായി UAE നിക്ഷേപങ്ങൾ ആരംഭിച്ചിരുന്നു. നിലവിലുള്ള അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 18 ലക്ഷം ബാരൽ എണ്ണ ഹോർമൂസ് കടലിടുക്ക് തൊടാതെ ഒമാൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഫുജൈറ തുറമുഖത്ത് എത്തിക്കാൻ UAEക്ക് കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈൻ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ 2027ഓടെ ഫുജൈറ വഴിയുള്ള എണ്ണ കയറ്റുമതി ശേഷി ഇരട്ടിയായി വർദ്ധിക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദിന്റെ നിർദ്ദേശപ്രകാരം അതിവേഗത്തിലാണ് ഈ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതുവഴി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ തങ്ങളുടെ എണ്ണ വിപണി സജീവമായി നിലനിർത്താൻ UAEക്ക് സാധിക്കും. കടലിലൂടെയുള്ള ദീർഘദൂര കപ്പൽ യാത്രകൾക്ക് പകരമായി കരയിലൂടെയുള്ള പൈപ്പ് ലൈനുകൾ സുരക്ഷിതമായ ഒരു ബദലായി മാറുമ്പോൾ അത് ഗൾഫ് മേഖലയിലെ മറ്റെണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്കും പുതിയൊരു ദിശാബോധം നൽകുമെന്ന കാര്യം ഉറപ്പാണ്. വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് ഒരൊറ്റ വഴിയിലൂടെ ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് UAE നൽകുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവം പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു കാര്യമാണ്. പുതിയ എണ്ണക്കുഴൽ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനോടൊപ്പം തന്നെ UAE എടുത്ത മറ്റൊരു സുപ്രധാന തീരുമാനമായിരുന്നു മെയ് 1 മുതൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് സഖ്യത്തിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയത്. ഒപെക്കിന്റെ ഉൽപ്പാദന നിയന്ത്രണങ്ങളും കോട്ടകളും തങ്ങളുടെ വികസന വേഗതയ്ക്ക് തടസ്സമാകുന്നു എന്ന തിരിച്ചറിവിലാണ് UAE ഈ പരമാധികാര തീരുമാനം കൈക്കൊണ്ടത്. ലോകത്തിന് കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള ഈ സമയത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് തങ്ങളുടെ തന്ത്രപരമായ ആവശ്യമാണെന്ന് അഡ്നോക് മേധാവി വ്യക്തമാക്കുന്നു. ഈ പിന്മാറ്റം ഏതെങ്കിലും രാജ്യവുമായുള്ള ബന്ധം തകർക്കാനല്ല, മറിച്ച് സ്വന്തം സാമ്പത്തിക ഭദ്രത മുൻനിർത്തിയുള്ളതാണെന്നും UAE വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ആഗോള ഊർജ്ജ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആവശ്യത്തിന് നിക്ഷേപങ്ങൾ ഇല്ലാത്തതാണ്. പ്രതിവർഷം $4000 കോടി നിക്ഷേപം മാത്രമാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത്. ഇത് സ്വാഭാവികമായ ഉൽപ്പാദന കുറവ് നികത്താൻ പോലും പര്യാപ്തമല്ല. ആഗോളതലത്തിൽ കരുതൽ എണ്ണ ഉൽപ്പാദന ശേഷി നിലവിലുള്ള 30 ലക്ഷം ബാരലിൽ നിന്ന് 50 ലക്ഷം ബാരലിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. ഒപെക്കിൽ നിന്ന് പുറത്തു വന്നതോടെ
ലഭിക്കുന്നതോടെ UAEക്ക് സ്വന്തം നിലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പുതിയ പൈപ്പ് ലൈൻ വഴി തടസ്സമില്ലാതെ വിപണിയിൽ എണ്ണയെത്തിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ഭാവിയുടെ സാങ്കേതിക വിദ്യയായ കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഗോള ഊർജ്ജ മേഖലയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും UAEക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. AI വിപ്ലവം വൻതോതിൽ വൈദ്യുതിയും ഊർജ്ജവും ആവശ്യപ്പെടുന്ന ഒന്നാണെന്ന യാഥാർത്ഥ്യം പലരും വിസ്മരിക്കുകയാണ്. പല കോണുകളിൽ നിന്നും ഉയരുന്ന AI ഓട്ടോമേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വൻതോതിൽ ഡാറ്റാ സെന്ററുകൾ ആവശ്യമാണ്. ഇവയെല്ലാം വലിയ അളവിൽ ഊർജ്ജം ഉപയോഗിക്കുന്നവയുമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയുടെ AI മത്സരം എന്നത് യഥാർത്ഥത്തിൽ ഊർജ്ജത്തിന് വേണ്ടിയുള്ള മത്സരമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേഗത്തിൽ തീരുമാനങ്ങളെടുക്കാൻ AI സാങ്കേതികവിദ്യ സഹായിക്കുമെന്നത് മറ്റൊരു കാര്യമാണ്. ഈ ദീർഘവീക്ഷണം മുൻനിർത്തിയാണ് UAE അമേരിക്കൻ വിപണിയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത്. അഡ്നോക് അതിൻ്റെ അന്താരാഷ്ട്ര വിഭാഗമായ XRG, പുനരുപയോഗ ഊർജ്ജ നിക്ഷേപകരായ മസ്ദാൻ എന്നിവ വഴി അമേരിക്കയിലെ 19 സംസ്ഥാനങ്ങളിലായി $850 കോടി നിക്ഷേപമാണ് UAE നടത്തിയിട്ടുള്ളത്. കേവലം ഒരു കച്ചവട പങ്കാളി എന്നതിനപ്പുറം വരും നൂറ്റാണ്ടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിക്കുന്ന സഹ നിക്ഷേപകരായി UAEയും അമേരിക്കയും മാറുകയാണെന്ന് സുൽത്താൻ അൽ ജാബർ അടിവരയിടുന്നു. സാങ്കേതികവിദ്യയും പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളും ഒരേപോലെ വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭാവിയുടെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കൂ എന്ന് UAE വിശ്വസിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിനെ മറികടന്നുകൊണ്ട് UAE നിർമ്മിക്കുന്ന പുതിയ വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈൻ കേവലം ഒരു എണ്ണക്കുഴൽ പദ്ധതിയല്ല, മറിച്ച് അത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു നയതന്ത്ര കവചമാണ്. യുദ്ധങ്ങളും ഉപരോധങ്ങളും വഴി ആഗോള വിപണിയെ ബന്ദിയാക്കാൻ ശ്രമിക്കുന്ന ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് മുന്നിൽ UAE ഉയർത്തുന്ന ശക്തമായ പ്രതിരോധമാണിത്. ഒപെക്കിൽ നിന്നുള്ള പിന്മാറ്റവും അമേരിക്കയിലെ വൻതോതിലുള്ള നിക്ഷേപങ്ങളും UAEയുടെ മാറുന്ന ആഗോള താൽപ്പര്യങ്ങളുടെ തെളിവാണ്. 2027ഓടെ ഈ പദ്ധതി പൂർണ്ണമായി സജ്ജമാകുന്നതോടെ ലോകത്തിലെ ഊർജ്ജ വിതരണം കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. വൻ ശക്തികളുടെ സൈനിക സാന്നിധ്യത്തെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങളുടെ കരുത്തിൽ സുരക്ഷയുറപ്പാക്കുന്ന UAEയുടെ ഈ വികസന മാതൃക വരും നാളുകളിൽ മറ്റ് വികസ്വര രാജ്യങ്ങൾക്കും വലിയൊരു വഴികാട്ടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.